കേരള വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ എം.ആർ. ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്തത് ജോലി ചെയ്യാത്തതിലുള്ള നടപടിയെന്ന് മരണപ്പെട്ട സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ്. VCയെ സസ്പെൻഡ് ചെയ്തതിലൂടെ ഗവർണർ നട്ടലുള്ള തീരുമാനമെടുത്തുവെന്നും അച്ഛന്റെ പ്രതികരണം. റാഗിങ്ങിന് നേതൃത്വം കൊടുത്ത ഡീനും വാർഡൻ കാശിനാഥിനുമെതിരെ നടപടിയെടുക്കാൻ വൈകരുതെന്നും അച്ഛൻ ജയപ്രകാശ് ആവശ്യപ്പെട്ടു. VCയുടെ ജോലി അതിന് കറക്റ്റായിട്ട് ചെയ്യാത്തതുകൊണ്ടാണല്ലോ സസ്പെൻഡ് ചെയ്തത്, അല്ല വെറുതെ സസ്പെൻഡ് ചെയ്യില്ലല്ലോ. ഇപ്പോൾ പുള്ളിയുടെ ജോലി നല്ലവണ്ണം ചെയ്ത് കാണില്ല. ഇത്രയും വലിയ ഒരു കൊലപാതകം നടന്നിട്ട് എന്ത് ആക്ഷൻ എടുത്തു? ഒരു ആക്ഷനും എടുത്തില്ല. എൻ്റെ വീട്ടിൽ വന്ന് പുള്ളി പറഞ്ഞതാ എന്ത് വേണമെങ്കിൽ ചെയ്യാം, എന്ത് സഹായവും ചെയ്യാം, പേടിക്കണ്ട പറഞ്ഞിട്ട് പോയിട്ട് ഇത്രയും ദിവസമായി. എന്ത് ആക്ഷൻ എടുത്തു? ഏറ്റവും വലിയ കുറ്റക്കാരനായിട്ടായിരുന്നല്ലോ ഡീനെതിരെ എന്ത് ആക്ഷൻ എടുത്തു? ജോലിക്ക് പുള്ളിയെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി, സർവീസിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ഡീനും കാന്തനാഥനും ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ പുള്ളിയാണ്. രണ്ടുപേരെയും സർവീസിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടായിരുന്നു. ഡീനിൻ്റെ പേരിൽ ശക്തമായ കുറ്റമുണ്ടെന്ന്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ആ ഒരു ആക്ഷനെങ്കിലും എടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ VCക്ക് സസ്പെൻഷനിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. ഓക്കെ, VC ഒരു ആക്ഷൻ എടുത്തു. കൂടുതൽ വിവരങ്ങളുമായി സിദ്ധാർത്ഥിന്റെ വീട്ടിൽ നിന്ന് ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, ഗവർണറുടെ നടപടിയെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഡീനിനെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പങ്കുവച്ചത്? രോഹിണി, വെറ്റിനറി സർവകലാശാല VCയെ സസ്പെൻഡ് ചെയ്തതിനു ശേഷമായിരുന്നു മരണപ്പെട്ട സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ ജയപ്രകാശ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. VC ചെയ്യേണ്ട ജോലി കൃത്യമായി ചെയ്യാത്തതിനാണ് VC ആ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടി വന്നത്. സിദ്ധാർത്ഥ മരിച്ച സമയത്ത് VC നേരിട്ട് വീട്ടിലെത്തി ഇത്തരത്തിൽ സിദ്ധാർത്ഥിനെതിരെ ഈ ക്രൂരമായ പ്രവർത്തികൾ ചെയ്തവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിരുന്നിട്ടും ദിവസങ്ങൾ ഇത്രയും പിന്നിട്ടും അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ VCക്ക് സാധിച്ചിട്ടിരുന്നില്ല. ആ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ VCക്ക് തിരിച്ചടിയായി വന്നിരിക്കുന്നത്. അത് തന്നെയാണ് VCയെ തൽസ്ഥാനത്ത് നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നതുവെന്നുമാണ് ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ ജയപ്രകാശ് പ്രതികരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഗവർണർ എടുത്ത തീരുമാനത്തെ വളരെ സന്തോഷപൂർവ്വമാണ് സ്വീകരിക്കുന്നത്. സാധാരണക്കാർക്ക് ഇത്രയും കാലം ഗവർണർ എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലായിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണ് ഒരു ഗവർണറുടെ ചുമതല എന്തൊക്കെയാണ്, ഒരു ഗവർണറിന് ഏതൊക്കെ രീതിയിലുള്ള അധികാര പരിധികളുണ്ട്, ഏതൊക്കെ നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്ന തരത്തിലുള്ള കാര്യങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്നത്. ആ തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്ത ഗവർണറുടെ തീരുമാനം നട്ടലുള്ളതാണെന്നും ഗവർണറുടെ തീരുമാനത്തിൽ സന്തോഷം അറിയിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. അതോടൊപ്പം തന്നെ ഈ സിദ്ധാർത്ഥനെ ക്രൂരമായിട്ടുള്ള ആൾക്കൂട്ട വിചാരണയ്ക്കും റാഗിങ്ങിനും ഇരയാക്കുന്ന സമയത്ത് ഈ ഡീനും സർവകലാശാല ഡീനും അതുപോലെ തന്നെ ഹോസ്റ്റൽ വാർഡനായിട്ടുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ കാന്തനാഥും സാക്ഷികളായിരുന്നു. അവർക്കെതിരെ എന്ത് നടപടിയാണ് കോളേജിൻ്റെ ഭാഗത്തുനിന്ന് സർവകലാശാലയുടെ ഭാഗത്തു നിന്നും എടുത്തിട്ടുള്ളത്? അപ്പോൾ അത്തരത്തിൽ അവർക്കെതിരെ ഇതുവരെ നടപടി സ്വീകരിക്കാത്തതിൽ എന്തുകൊണ്ട് അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നില്ല തുടങ്ങിയ വിഷയങ്ങളൊക്കെയാണ് സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ മാധ്യമങ്ങളോട് പങ്കുവച്ചത്. അതോടൊപ്പം തന്നെ ഈ SFI ആൾക്കൂട്ട വിചാരണ പ്രധാനപ്പെട്ട നേതാക്കളാണ് സിദ്ധാർത്ഥനെ ഈ ക്രൂരമായിട്ടുള്ള റാഗിങ്ങിനും ആൾക്കൂട്ട വിചാരണയ്ക്കൊക്കെ ഇരയാക്കിയത്. അപ്പോൾ ഇത് താൻ മുന്നോട്ട് വെച്ചതല്ല, SFI പ്രവർത്തകരാണ് അല്ലെങ്കിൽ SFI നേതാക്കളാണ് തൻ്റെ മകനെ ക്രൂരമായി പീഡിപ്പിച്ചതെന്ന് അത് ആൻറ്റി റാഗിങ് സ്ക്വാഡ് തന്നെയാണ് ഇത്തരത്തിലുള്ള കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിട്ടും സർവകലാശാലയിലെ ഈ VCക്ക് ഡീനെതിരെയും അതുപോലെ തന്നെ ഈ SFI നേതാക്കൾക്കെതിരെയും നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു വലിയ വീഴ്ച തന്നെയാണ്. ആ വീഴ്ചയ്ക്ക് പരിഹാരമായിട്ട് തന്നെയാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും VCയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നിട്ടുള്ളത്. അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രതികളെ ഇത്രയും പേരെ അറസ്റ്റ് ചെയ്തല്ലോ, അതുപോലെ തന്നെ VCയെ സസ്പെൻഡ് ചെയ്തതിലും സന്തോഷമല്ല, ഒരു തൃപ്തി മാത്രമാണുള്ളത്. തനിക്കിപ്പോൾ സന്തോഷിക്കാൻ സാധിക്കില്ല. കാരണം തൻ്റെ മകനെ ക്രൂരമായി കൊലപ്പെടുത്തി അല്ലെങ്കിൽ തൻ്റെ മകന് ക്രൂരമായ നരകവിധി നൽകിയ ഈ പ്രതികൾക്കെതിരെ അല്ലെങ്കിൽ ഈ SFI നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കും വരെ അത്തരത്തിലൊരു സന്തോഷമുള്ള ഒരു ഘട്ടത്തിലേക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നും വൈകാരികമായിട്ടായിരുന്നു സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ മാധ്യമങ്ങളോട് ഇന്ന് പ്രതികരിച്ചത്. രോഹിണി. ശരി, ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.